രാമ 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 വൈദേഹേ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതാം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യാം പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. സാന്ദ്രനീല വർണ്ണാഭമായ ദേഹത്തോടുകൂടി ലോകത്തെ മുഴുവൻ അഭിരമിപ്പിക്കുന്നതിന് വേണ്ടി അവതാരം കൈക്കൊണ്ട ശ്രീരാമനെ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള ശ്രീരാമൻ? സാക്ഷാൽ സീതാദേവിയോടൊപ്പം പുഷ്പക വിമാനത്തിൽ സ്വർഗതരുവിൻ്റെ ചുവട്ടിൽ വീരാസനത്തിൽ ഹനുമാൻ പാരായണം ചെയ്യുന്നു. ഋഷീശ്വരന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നു. സാക്ഷാൽ ശ്രീരാമദേവൻ ആ പുരാണങ്ങളെ, ഉപനിഷത്ത് തത്വങ്ങളെ ഒക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഭരതൻ മുതലായിരിക്കുന്ന ആ സ്നേഹസ്വരൂപികൾ ചുറ്റും രാമൻ ചൊല്ലുന്ന വ്യാഖ്യാനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭാവത്തിലുള്ള സാക്ഷാൽ ശ്രീരാമനെ ഞാനിതാ നമസ്കരിക്കുന്നു. രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി ഭാഷ വാത്മീകിയുടെ ഹൃദയത്തിലൂടെ എങ്ങനെയാണ് ഉണർന്നൊഴുകിയത്? ആ ഹൃദയത്തെ തൊട്ടുണർത്തിയ പ്രകൃതിയുടെ നിമിത്തത്തെക്കുറിച്ച് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ വേടനു നേരെയുള്ള ഘോരമായ ശാപമായും ലോകത്തിന് മുഴുവൻ അഹിംസ ഇല്ലാതായിത്തീരട്ടെ എന്നുള്ള അനുഗ്രഹമായും ഉണർന്നൊഴുകിയ ശ്ലോകത്തിൻ്റെ കഥ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു. ആരാണ് വാത്മീകി? വരുണൻ്റെ 10 മക്കളിൽ ഒരാളാണ് വാത്മീകി എന്ന് സ്കന്ദപുരാണാദികളിൽ ഉദ്ഘോഷിക്കുന്നു. പ്രചേതസ്സുകളിൽ ഒരാളാണ് വാത്മീകി എന്നും കഥയുണ്ട്. വാത്മീകിയുടെ പൂർവകാലത്തിലെ കഥ രത്നാകരൻ എന്ന പേരോടുകൂടിയ ഒരു കാട്ടാളനായിരുന്നു എന്നാണ്. രാമായണത്തിൽ ഈ കഥ വിസ്തരിക്കുന്നില്ലെങ്കിലും അനവധി പുരാണങ്ങളിൽ രത്നാകരൻ്റെ കഥ ചുരുക്കിയും സൂചനയായും ഒക്കെ പറഞ്ഞിട്ടുള്ളതായി കാണാം. ഒരു കാട്ടാളനായിരുന്ന രത്നാകരൻ ഗൃഹസ്ഥനുമായിരുന്നു. സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിലുള്ള ധനം അപഹരിക്കാൻ മടിയില്ലാത്തവൻ. തനിക്കാവശ്യമായ സമ്പത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടി ആരെയും ദ്രോഹിക്കാൻ മടിയില്ലാത്ത ഒരു ദുഷ്ടനായ കാട്ടാളൻ. ഇങ്ങനെയാണ് രത്നാകരനെ പുരാവൃത്തം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സപ്തർഷികളെ തടഞ്ഞു. പുലഹൻ, പുലസ്ത്യൻ, അത്രി, അങ്കിരസ് മുതലായിരിക്കുന്നവരാണ് സപ്തർഷികൾ. ഈ സപ്തർഷികളെ തടഞ്ഞുകൊണ്ട് കയ്യിലുള്ള ധനമെടുക്ക് എന്ന് ആക്രോശിച്ചപ്പോൾ ശാന്തസ്വരത്തിൽ സപ്തർഷികൾ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ആകെ കൂടിയുള്ള ധനം തപസ്സാണ്. അത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഞങ്ങൾ എവിടെ നിന്നും ബലമുപയോഗിച്ചോ അധികാരമുപയോഗിച്ചോ നേടിയതല്ല തപസ്. ആ തപോധനം അത് മാത്രമുള്ളവരായ ഞങ്ങൾ
നിനക്ക് എങ്ങനെയാണ് നീ ചോദിച്ച ആ ധനത്തെ നൽകാനായിട്ട് സാധിക്കുക? സപ്തർഷികളുടെ വാക്കുകൾ കേട്ട് രത്നാകരൻ ക്രുദ്ധനായി അവരെ ഉപദ്രവിക്കാനെന്ന ഭാവേന നിന്ന സമയത്ത് സപ്തർഷികൾ ചോദിച്ചു അത്രേ, നീ ഇപ്പോൾ ചെയ്യുന്നത് മഹാപാപമാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന മഹാപരാധം. ഈ അപരാധത്തിൽ നിനക്ക് ഘോരമായിരിക്കുന്നതായ നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്നതായ കർമ്മം നമ്മളെ പിന്തുടരുന്നു എന്നതാണ് സപ്തർഷികളുടെ ഉപദേശത്തിൻ്റെ സാങ്കത്യം. പുരാണങ്ങളായാലും ഇതിഹാസമായാലും എവിടെയും മനുഷ്യരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുക എന്ന ഉപദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വ്യാസൻ തന്നെ 18 പുരാണങ്ങളിലൂടെയും പറഞ്ഞത് പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്നാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അതിനെ പുണ്യമെന്നും മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അതിനെ പാപമെന്നും വിളിക്കുന്നു. ഈ ധർമ്മത്തിൻ്റെ രഹസ്യത്തെ പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവുന്ന ആളല്ല ഈ കാട്ടാളൻ എന്ന് സപ്തർഷികൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കണം കഥയിൽ നമ്മൾ കേൾക്കുന്നത് സപ്തർഷികൾ ചോദിച്ച ചോദ്യം, നീ ഇപ്പോൾ ചെയ്യുന്നതായ കർമ്മം മഹാപാപമാണ്, മഹാപാപങ്ങൾക്ക് ഘോര നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. ആർക്ക് വേണ്ടിയാണ് നീ ഈ പാപകർമ്മത്തെ ചെയ്യുന്നത്? അതിന് രത്നാകരൻ ഒരു സംശയവുമില്ലാതെ മറുപടി പറയുന്നു, എൻ്റെ ഭാര്യയെയും മക്കളെയും പരിപാലിക്കാൻ, എൻ്റെ കുടുംബം പോഷിപ്പിക്കാനാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. നീ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് നിൻ്റെ കുടുംബത്തെ പരിപോഷിപ്പിക്കാനാണെങ്കിൽ ഈ കർമ്മത്തിൻ്റേതായിരിക്കുന്ന പാപഫലങ്ങൾ അതും അവരനുഭവിക്കേണ്ടതല്ലേ? അങ്ങനെ നീ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ലൗകികമായിരിക്കുന്നതായ സുഖങ്ങൾ അനുഭവിക്കുന്ന നിൻ്റെ കുടുംബം ഈ കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കുവാൻ തയ്യാറാകുമോ? ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രത്നാകരൻ ഞാനത് എൻ്റെ കുടുംബത്തോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് യാത്രയാവുന്നു. സപ്തർഷികൾ പറയുന്നുണ്ട്, നീ ചോദിച്ചു വരും വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊള്ളാം. രത്നാകരൻ അതിവേഗത്തിൽ തൻ്റെ വീട്ടിലെത്തി ഭാര്യയും മക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായ സമ്പത്തിലൂടെ നമ്മൾ സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. ഒപ്പം ഞാൻ ചെയ്യുന്ന ഈ പാപകർമ്മത്തിൻ്റെ ഫലം അതും നിങ്ങൾ പകുത്തെടുക്കുകയില്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞു എന്നാണ് കഥ. ആ വാചകം എഴുത്തച്ഛൻ പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ്. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. ധർമ്മപത്നിയുടെ ഈ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ രത്നാകരൻ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നു. ഈ പാപകർമ്മങ്ങളുടെ മുഴുവൻ സുഖഫലങ്ങളെ പകുത്തെടുക്കാൻ ആളുകളുണ്ട്. പക്ഷേ ആ പാപകർമ്മം കൊണ്ട് അനുഭവിക്കേണ്ടത് യാതൊന്നുണ്ടോ? ആ ഘോരമായ യാതനകൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ച് തീർക്കണം. ഈ തിരിച്ചറിവാണ് രത്നാകരൻ എന്ന കാട്ടാളനിൽ നിന്ന് ഒരു കവിയിലേക്കുള്ള യാത്രയുടെ തുടക്കം. അത് പശ്ചാത്താപമാണ്. അവരവർ ചെയ്യുന്നത് തെറ്റാണ് എന്നതായ പൂർണ്ണമായ ബോധ്യത്തിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ വിരിയുന്നത് പുതിയൊരു ലോകമായി തീരും. എപ്പോഴും തെറ്റ് ചെയ്യുന്നവർ അവരവരുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. തെറ്റ് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അതിലൂടെ ഉണ്ടാകുന്നതായ പശ്ചാത്താപം,
പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് കവിവാക്യം. രത്നാകരൻ അവിടെ നിന്ന് സപ്തർഷികൾ നിന്ന സ്ഥാനത്തേക്ക് ഓടുന്നു. ആ സപ്തർഷികൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ്. സപ്തർഷികൾ രത്നാകരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, അനുഗ്രഹിച്ചു. ചെയ്തു പോയ മഹാപരാധങ്ങൾക്ക് എന്താണ് പ്രായശ്ചിത്തം എന്ന ഭാവത്തോടുകൂടി സപ്തർഷികളെ നോക്കി കണ്ണുനീർ നിറഞ്ഞൊഴുകിക്കൊണ്ട് നിൽക്കുന്ന ആ കാട്ടാളൻ്റെ ഹൃദയത്തിലേക്ക് സപ്തർഷികൾ രാമനാമത്തിൻ്റെ മഹിമയാണ് പകർന്നു കൊടുക്കുന്നത്. പരംപുമാനായിരിക്കുന്ന ആ ഭഗവാന്റെ നാമം, രാമനാമം, അതുച്ചരിച്ചുകൊണ്ട് നീ വർത്തിക്കുക. രാമനാമം ഏത് പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നു. രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തെ പറയാനാണ് വാത്മീകി മഹർഷിയുടെ ഈ പൂർവാശ്രമത്തിലെ കഥ വിസ്തരിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ വാത്മീകിയുടെ പൂർവജന്മത്തെക്കുറിച്ച് പല കഥകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ കഥകളൊക്കെ പല പുരാണങ്ങളിൽ പല രീതികളിൽ വർണ്ണിച്ചിരിക്കുന്നു. ചിലപ്പോഴൊക്കെ പേരുകൾ മാറാം, സന്ദർഭങ്ങൾ മാറാം. ഒരിടത്ത് സപ്തർഷികൾക്ക് പകരം രത്നാകരൻ തടഞ്ഞു നിർത്തിയത് നാരദനെയാണ് എന്ന് പറയുന്നുണ്ട്. കഥകൾ വിവിധ രീതിയിൽ വർണ്ണിക്കുന്നു എന്നുള്ളതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കഥകളിലെ കഥാപാത്രങ്ങളെക്കാൾ പ്രാധാന്യം ആ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് തന്നെയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ആർഷമായിരിക്കുന്ന കർമ്മത്തെക്കുറിച്ചുള്ള, കർമ്മഗതിയെക്കുറിച്ചുള്ള, ജന്മാന്തരഗതിയെക്കുറിച്ചുള്ള ഈ ദർശനം, അതാണ് രാമായണത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് മനുഷ്യജീവിതത്തെയും നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരവർ ചെയ്യുന്നതായ ആ കർമ്മത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കർമ്മങ്ങളാണ് എന്നുള്ള ആർഷമായിരിക്കുന്ന ഈ ചിന്ത ഇന്നും പ്രസക്തമാണ്. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ ഈ ദർശനം വളരെയധികം പ്രചോദനം നൽകുന്നു. സപ്തർഷികളിൽ നിന്ന് രാമമന്ത്രം സ്വീകരിച്ച രത്നാകരൻ എന്ന ആ വേടൻ, ആ കാട്ടാളൻ, ഒരു വൃക്ഷച്ചുവട്ടിൽ രാമനാമം ജപിച്ച് ഉപാസന ആരംഭിച്ചു. തപസ്സു ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ളതായ വിദ്യകൾ ഉപദേശിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കാനോ ഒന്നും സാധ്യമാകുന്നതായിരുന്നില്ല ആ കാട്ടാളൻ്റെ അതുവരെയുള്ള ജീവിതം. അങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തവരായാൽ പോലും അവരെയെല്ലാം നന്മയിലേക്ക് നയിക്കത്തക്ക വിധം അവരുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നു രാമനാമം എന്ന് ഈ രത്നാകരൻ്റെ കഥ ഉദ്ഘോഷിച്ചുകൊണ്ട് രാമനാമ മാഹാത്മ്യം പറഞ്ഞു തരികയാണ്. തപം ചെയ്ത രത്നാകരൻ തൻ്റെ ചുറ്റും ചിതൽപുറ്റ് വന്ന് മൂടിയതറിഞ്ഞില്ല. എന്ന് വെച്ചാൽ ആ രാമനാമത്തിൽ പൂർണ്ണമായും വിലീനനായി എന്ന് തന്നെ അർത്ഥം. എത്രയോ കാലം, ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ഇരിപ്പ് തുടർന്നു എന്നാണ് കഥ പറയുന്നത്. പിന്നീട് തപസ്സിൽ നിന്നുണർന്നപ്പോൾ പുറ്റുപൊളിച്ച് പുറത്തു വന്നവൻ എന്നർത്ഥത്തിൽ അദ്ദേഹത്തിന് വാൽമീകി എന്ന നാമധേയമുണ്ടായി. ഈ ഒരു കഥയെ അനുസ്മരിച്ചുകൊണ്ട് മനോഹരമായ ഒരു ശ്ലോകമുണ്ട്.
മരത്തിൻ ചോട്ടിലിരുന്നു പണ്ടൊരാൾ മരാ മരാ എന്നു വിളിച്ച വേളയിൽ തിരിഞ്ഞു നോക്കിയിടിന കാതുപൊട്ടനാം അരൂപനാമാവ് അരുളട്ടെ മംഗളം. ഇത് ഒരു ഹാസ്യാത്മകമായി ഈശ്വരനെ കാതുപൊട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്ലോകമാണ്. കാരണം ഈ കാട്ടാളൻ അവിടെ ഇരുന്ന് ജപിച്ചത് മര മര എന്നാണത്രേ. പലപ്പോഴും പുരാണത്തിലെ ഇത്തരത്തിലുള്ള കഥകൾ മുത്തശ്ശിക്കഥകളായി, നാടൻ ചൊല്ലുകളായി, പാട്ടുകളായി ഒക്കെ നമുക്ക് ചുറ്റും നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ കാലഘട്ടത്തിലും തെളിഞ്ഞ ബുദ്ധിയുള്ള ആളുകൾ മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള സതുപദേശങ്ങളായി ഈ പുരാണ കഥകളെ അവരവരുടെ ഭാവനകൾക്കനുസരിച്ച് കവിതകളായും പാട്ടുകളായും ചൊല്ലുകളായും ഒക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു ചേർന്നതായിരിക്കണം മര മര എന്നാണ് സപ്തർഷികൾ ചൊല്ലിക്കൊടുത്തത് എന്ന കഥ. അപ്പം എന്തുകൊണ്ട് രാമ രാമ എന്ന് ചൊല്ലിയില്ല? ഈ ശ്ലോകത്തിൽ പറയുന്നത് മര മര എന്ന് ചൊല്ലിയിരുന്ന ആ കാട്ടാളൻ്റെ ആ നാമജപം കേട്ട് ഓടി വന്നില്ലേ ഈശ്വരൻ. ആ ഈശ്വരൻ ഒരു കാതുപൊട്ടനാണ്. കാരണം ആ കാട്ടാളൻ ചൊല്ലിയത് മര മര എന്നാണ്. ഹാസ്യാത്മകമായി കവി ഇങ്ങനെ പറയുമ്പോൾ രാമമന്ത്രത്തെ തലതിരിച്ച് ചൊല്ലിയ ഒരു കാട്ടാളന് പോലും അനുഗ്രഹം കൊടുത്ത ഈശ്വരൻ്റെ കാരുണ്യത്തെ അവിടെ പ്രകീർത്തിക്കുകയാണ്. ഒപ്പം രാമ എന്ന നാമത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക കൂടി ചെയ്യുകയാണ്. മര, രണ്ടക്ഷരങ്ങൾ. ഒന്ന് ഇരുട്ടിനെ പ്രതിനിധാനം ചെയ്യുന്നു, മറ്റൊന്ന് വെളിച്ചത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൂടാതെ വിഷ്ണുവിനെയും ലക്ഷ്മിയെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് രാമശബ്ദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. രാമശബ്ദം രമന്തേ യോഗിനാം എന്നർത്ഥത്തിൽ യോഗികളുടെ ഹൃദയത്തിൽ ആനന്ദസ്വരൂപമായി വർത്തിക്കുന്നത് എന്തോ അതാണ് രാമൻ. അപ്പോൾ ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ആനന്ദാദേവ ഇമാനി ഭൂതാനി ജായന്തേ ആനന്ദം പ്രയന്തി അഭിസംവിശന്തീതി ആനന്ദം ബ്രഹ്മേതി ഉപനിഷത്ത് വാക്യമാണ്. ആനന്ദം ബ്രഹ്മമാണ്. അപ്പോൾ രാമശബ്ദം ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണത്രേ അത് രാമ എന്ന് ചൊല്ലിയാലും മര എന്ന് ചൊല്ലിയാലും ആ രണ്ടക്ഷരങ്ങൾ ബ്രഹ്മത്തെ പ്രതീകാത്മകമായി സ്വാംശീകരിച്ചിരിക്കുന്നു. അപ്പോഴവിടെ ആ നാമജപം കൊണ്ട് ആ കാട്ടാളൻ്റെ ഹൃദയം ബ്രഹ്മത്തിലേക്ക് ചേർന്നുവെന്നും പുറ്റുപൊളിച്ച് ഉണർന്നവനായിരിക്കുന്ന രാമശബ്ദം ഉച്ചരിച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടവനായ ആ മഹാതപസ്വി വാൽമീകത്തിൽ നിന്ന് ഉണർന്നവൻ എന്നർത്ഥത്തിൽ വാൽമീകിയായി ലോകത്തിൽ അറിയപ്പെട്ടു. അവിടെ ഏകാഗ്രമായിരിക്കുന്ന തപസ്സിൻ്റെ മഹത്വത്തെ കൂടി വ്യക്തമാക്കുകയാണ്. ഒരു കാട്ടാളനെപ്പോലും ശുദ്ധീകരിക്കത്തക്ക വിധം രാമനാമം മന്ത്രമാവുന്നത് നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ഭാവത്തിനനുസരിച്ചാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണസ്വരൂപമായി ആ സ്വരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന ഭാവത്തിൽ രാമനാമം ഉച്ചരിക്കുമ്പോഴാണ് ഈ ഹൃദയ ശുദ്ധീകരണം വേണ്ടതുപോലെ സുസാധ്യമാവുന്നത്. ഇങ്ങനെ കാട്ടാളനിൽ നിന്ന് വാൽമീകിയിലേക്ക് പരിണമിച്ച
രത്നാകരൻ്റെ കഥ എല്ലായിടത്തും പുരാണങ്ങളിലൂടെ ഋഷീശ്വരന്മാർ പറയുന്നതായ ദർശനങ്ങൾക്ക് ഉദാഹരണ കഥയായി ഒക്കെ പ്രചരിച്ചു. ആ വാത്മീകി മഹർഷിയിലൂടെ രാമായണം ഉണർന്നൊഴുകുകയായി. വാത്മീകിയെ രാമായണ രചനയ്ക്ക് പ്രേരിപ്പിച്ച ബ്രഹ്മദേവൻ്റെ ആഗമനം നമുക്കടുത്ത അധ്യായത്തിൽ കേൾക്കാം. രാമ 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 രാമ